കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിന്റെ ജയിൽ ചാട്ടത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. നിലവിലെ പോലീസ് അന്വേഷണത്തിനും വകുപ്പുതല പരിശോധനയ്ക്കും പുറമെയാണിത്. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവർ പ്രത്യേകം അന്വേഷിക്കും. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിന്റെ ജയിൽ ചാട്ടത്തിൽ സമഗ്ര അന്വേഷണത്തിനാണല്ലോ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിലെ പോലീസ് അന്വേഷണത്തിനും പുറമെയാണോ ഇത്? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4 അതീവ സുരക്ഷാ ജയിലുകൾ, അതിൽ ഒന്നിൽ നിന്നാണ് കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി എന്നറിയപ്പെടുന്ന ചാർലി തോമസ് ജയിൽ ചാടിയത്. അത് ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണ് എന്നുള്ള വിമർശനങ്ങൾ ഉയരുകയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചകൾ ഉണ്ടായി എന്ന വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചത്. മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അടക്കമുള്ളവർ ചേർന്ന യോഗത്തിലാണ് ഈ സംഭവത്തിൽ ഒരു സമഗ്ര അന്വേഷണം നടത്താൻ ഇപ്പോൾ മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് പ്രകാരമാണെങ്കിൽ അടുത്ത 3 മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിലെ സുരക്ഷകൾ ക്രമീകരിക്കണം. ഒപ്പം തന്നെ സുരക്ഷകൾ ഏതൊക്കെ തരത്തിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തണം എന്നുള്ളതാണ്. കൂടാതെ തന്നെ മുഖ്യമന്ത്രി പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഒരു സമഗ്ര അന്വേഷണം ഈ സംഭവത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. സമഗ്ര അന്വേഷണത്തിന്, വകുപ്പുതല അന്വേഷണത്തിനും പോലീസ് അന്വേഷണത്തിനും പുറമെയാണ് ഒരു സമഗ്ര അന്വേഷണം ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയും പ്രഖ്യാപിക്കുന്നത്. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായർ, ഒപ്പം തന്നെ മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരടങ്ങുന്ന സംയുക്ത സംഘമായിരിക്കും ഈ അന്വേഷണം നടത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകുക. കൂടാതെ തന്നെ കണ്ണൂരിലെ സംഭവ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ മറ്റു ചില സുപ്രധാന തീരുമാനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അത്യന്തം ഗൗരവമുള്ളതും വിശദമായ പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കേണ്ട ഒരു സംഭവമാണ് ഉണ്ടായതെന്നാണ് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അടുത്ത 3 മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിലും അതീവ സുരക്ഷാ ജയിലുകളിൽ വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണമായും കാര്യക്ഷമമാക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. കണ്ണൂർ ജയിലിലടക്കം ഫെൻസിംഗിൽ വൈദ്യുതി ബന്ധം ഉണ്ടായിരുന്നില്ല, 6 മാസമായി അത് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജൻസ് CCTV 4 പ്രധാനപ്പെട്ട ജയിലുകളിലും സ്ഥാപിക്കണമെന്നുള്ളതും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനുള്ള അടിയന്തര നടപടികൾ തുടങ്ങണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കൂടാതെ തന്നെ ഈ സ്ഥലം മാറ്റം, ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അടക്കുന്നതും വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യോഗം വിലയിരുത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ജയിൽ ജീവനക്കാർക്ക് സ്ഥലമാറ്റം നടത്താൻ പോവുകയാണ്. അതായത് തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്ന ജീവനക്കാരെ, അത് ഉന്നത ഉദ്യോഗസ്ഥരാണ് എങ്കിൽ പോലും അവരെ സ്ഥലം മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പും സർക്കാരും എത്തുന്നു. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഓരോ സ്ഥലത്തും 5 വർഷം പൂർത്തിയാക്കിയവരെയാണ് മറ്റിടങ്ങളിലേക്ക് മാറ്റാനുള്ള സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്റലിജൻസ് സംവിധാനം ജയിലിനകത്ത് കാര്യക്ഷമമാക്കാനും ഒപ്പം തന്നെ ശക്തിപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ കൊടും ക്രിമിനലുകൾക്ക് അന്തർ സംസ്ഥാന ജയിലുകളിലേക്ക് മാറ്റം കൂടി ആലോചനയിൽ വരികയാണ്. അതായത് ഈ വീഡിയോ കോൺഫറൻസിംഗ് അടക്കമുള്ള സംവിധാനത്തിലൂടെ ഇവരെ നിരീക്ഷിക്കാനും ഒപ്പം തന്നെ ഇവരുടെ വിശദാംശങ്ങൾ തേടാനും ഇവരുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ പൂർത്തിയാക്കാനും കഴിയുന്ന സാഹചര്യത്തിലാണ് കൊടും കുറ്റവാളികളെ മറ്റതീവ സുരക്ഷാ ജയിലുകളിലേക്ക് സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റാനുള്ള നടപടികൾ സർക്കാർ ആലോചിക്കുന്നത്. മറ്റൊരു സുപ്രധാനപ്പെട്ട തീരുമാനം എടുത്തിട്ടുള്ളത് പുതിയ ഒരു സെൻട്രൽ ജയിൽ കൂടി സംസ്ഥാനത്ത് നിർമ്മിക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനമായിരിക്കുകയാണ്. താങ്ങാവുന്നതിൽ കൂടുതൽ തടവുകാർ ഉള്ളതും ഒപ്പം തന്നെ ജീവനക്കാർ ഇല്ലാത്തതുമായ സാഹചര്യത്തിൽ ഒരു സുരക്ഷാ ജയിൽ കൂടി സംസ്ഥാനത്ത് സ്ഥാപിക്കാനും ഒപ്പം തന്നെ നിർമ്മാണം ആരംഭിക്കാനുമാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ ഇതിനായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കാനും നടപടികൾ പൂർത്തീകരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും 4 ജില്ലകളിലെ 4 പ്രധാനപ്പെട്ട ജയിലുകൾ, അതായത് അതീവ സുരക്ഷാ ജയിലുകൾ, അവിടെ സുരക്ഷിതത്വമില്ല. ഒപ്പം തന്നെ ജയിലിൽ കഴിയുന്നവർക്ക് കാര്യമായ രീതിയിലുള്ള നടപടികളൊന്നും തന്നെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടാകുന്നു. ക്യാമറ സംവിധാനം കൃത്യമായി പരിശോധിക്കുന്നില്ല. രാത്രികാലങ്ങളിൽ കൃത്യമായ പരിശോധനകൾ ഇടവിട്ട് 2 മണിക്കൂറിൽ നടത്തേണ്ട, സെല്ലുകളിൽ നടത്തേണ്ട പരിശോധനകൾ ജീവനക്കാർ നടത്തുന്നില്ല. കൂടാതെ തന്നെ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ വൈദ്യുതി ബന്ധം അടക്കം വിച്ഛേദിക്കപ്പെട്ടിട്ടും അതിൽ കൃത്യമായ നടപടി ഉദ്യോഗസ്ഥർ എടുത്തില്ല എന്നതടക്കമുള്ള കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ അടിയന്തരമായി തന്നെ പ്രത്യേക സംഘം ഈ അന്വേഷണം നടത്തി ജയിൽ ചാട്ടത്തിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണമെന്നുള്ളതാണ് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനവും നിർദ്ദേശവും. രോഹിണി. ശരി, ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.